വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യമാണെങ്കിൽ നേരത്തെ കിടന്നുറങ്ങുന്നുണ്ട് രാത്രി. അന്നേരം ശാലിനി ആണെങ്കിൽ റൂമിലേക്ക് വരുമ്പോൾ പിന്നെ നീ എന്താ നേരത്തെ ഉറങ്ങിയോ, ടീച്ചർ പറയുന്നു നീ പഠിത്തത്തിന് പിന്നോട്ടാണെന്ന്. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ സത്യം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. സത്യമാണെങ്കിൽ ഉറക്കത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ഛൻ എന്താ എന്നെ കാണാൻ വരാത്തത്, അച്ഛൻ എവിടെയാ, അച്ഛൻ ഇഷ്ടമല്ലേ സത്യം എന്നൊക്കെ. അന്നേരം ഇത് ശാലിനി കേൾക്കുകയാണ്. അന്നേരം വീണ്ടും ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കുമ്പോൾ ശാലിനിക്ക് ആകെപ്പാടെങ്കിൽ സങ്കടം വരുന്നുണ്ട്. അന്നേരം അച്ഛൻ്റെ സ്നേഹം കൂടി അമ്മ തരുന്നില്ലേ മോൾക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ ദേഹത്തേക്ക് അങ്ങോട്ട് തൊടുമ്പോൾ നല്ല ചൂട്, അയ്യോ നല്ല പനി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നെറ്റിയിലൊക്കെ തൊട്ട് നോക്കുകയാണ്. അന്നേരം പനിയും വെച്ചുകൊണ്ടാണോ പിച്ചും പെയ്യും ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അമ്മയെന്ന് 2-3 വട്ടം ശാലിനി വിളിക്കുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ കേൾക്കുന്നില്ല. തുടർന്ന് ശാലിനി തന്നെ പോയി തുണി എടുത്തുകൊണ്ട് വന്ന തുണിയിൽ വെള്ളം നനച്ച് സത്യയുടെ നെറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം തിരിഞ്ഞു കിടക്കുമ്പോൾ അച്ഛൻ വന്നോ, അച്ഛൻ വന്നിട്ടേ ഞാനിനി എഴുന്നേക്കൂ, അച്ഛൻ വന്നാലേ ഞാൻ ആഹാരം കഴിക്കൂ എന്നൊക്കെ കണ്ണടച്ചുകൊണ്ടാണ് ഈ കുട്ടി ഉറക്കത്തിലാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ശാലിനിക്ക് ആകെപ്പാടെ ഇങ്ങ് സങ്കടം വരുന്നുണ്ട്. അച്ഛന് സത്യമോളെ ഇഷ്ടമല്ലേ, അച്ഛൻ എന്താ വരാത്ത, എല്ലാവർക്കും അച്ഛനുണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ അച്ഛൻ ഇല്ലാത്തതെന്നും പറഞ്ഞ് കുട്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എത്ര നാൾ ഇങ്ങനെ ഈ സത്യയിൽ നിന്ന് ഞാൻ ഒളിച്ച് വയ്ക്കും ഇതൊക്കെ, പിന്നെ ഇത് സത്യം പറഞ്ഞാൽ സത്യയുടെ ഉള്ളിൽ വിഷ്ണുവേട്ടനാണ് അച്ഛനെന്ന് പറഞ്ഞാൽ സത്യയുടെ ഉള്ളിൽ നിൽക്കില്ല, നേരെ വിഷ്ണുവേട്ടൻ്റെ അടുത്തേക്ക് പോകും, പിന്നെ മറ്റു ജീവിതം കൂടി തകരും, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും പറഞ്ഞ് ശാലിനി ഒരുപാട് സങ്കടപ്പെടുകയും ഭഗവാനെ കൃഷ്ണ കാത്തോളനെ എനിക്കിതിൽ നിന്നും രക്ഷപ്പെടാനായിട്ടൊരു വഴി കാട്ടി തന്നെ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അന്നേരവും സത്യം ഇങ്ങനെ ഉറക്കത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ഛൻ വന്നോ, അച്ഛൻ എവിടെയാ, അച്ഛന് സത്യം ഇഷ്ടമല്ലേ എന്നൊക്കെ ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ജയിലാണ് കാണിക്കുന്നത്. അവിടെ ഓരോ ജയിലിൽ നിന്ന് പുറത്ത് അവരാണെങ്കിൽ ഓരോരുത്തർ ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് തുണി കഴുകുന്നു. പക്ഷേ സുസ്മിതയാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അന്ന് സുസ്മിതയെ ജയിലിലാക്കി കൊണ്ടുവന്നതും ജഗദീപ് ജീപ്പിലേക്ക് കയറുമ്പോൾ ടാറ്റ പറഞ്ഞതും ഒക്കെ ഇങ്ങനെ ഓർത്താകെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ആ തുണി കഴുകുന്ന ഒരു സ്ത്രീയാണെങ്കിൽ തുണി ഇങ്ങനെ കുടയുമ്പോൾ അതിലെ വെള്ളം സുസ്മിതയുടെ മുഖത്തേക്ക് തെറിക്കുകയാണ്. അന്നേരം നോക്കി ചെയ്തുകൂടി എന്ന് ചോദിക്കുകയാണ്. അന്നേരം തുണി കഴുകുന്ന സ്ഥലത്താണോ നീ നിൻ്റെ കെട്ടിയോനെയും കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ഈ സ്ത്രീ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം അല്പം മുടയാണ് എന്ന് ചോദിക്കുകയാണ്. അന്നേരം മുടയായതുകൊണ്ടല്ലേ ഇവിടെ വന്ന് കിടക്കുന്നതെന്നും പറഞ്ഞ് ആ സ്ത്രീയും ചൂടാവുന്നുണ്ട്. അന്നേരം പണ്ട് ഇവിടെ നടപടി ഉണ്ടായിരുന്നു, ഇതിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു, ഇതിപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് തുടങ്ങി വെക്കാമെന്നും പറഞ്ഞ് ആ സ്ത്രീയുടെ സംസാരം കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് അകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. സുസ്മിത കാരണം നോക്കി തൽക്കാലം ഇത് മതിയെന്നും പറഞ്ഞ് കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. അടികൊണ്ട് അവരങ്ങോട്ടത്തേക്ക് വീഴുന്നുണ്ട്. തുടർന്ന് ബാക്കിയുള്ളവരൊക്കെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എൻ്റെ മേലെ ചൊറിയാൻ വന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞ് സുസ്മിത അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഈ അടികൊണ്ട സ്ത്രീ ആണെങ്കിൽ സുസ്മിതയെ നടു നോക്കി ആഞ്ഞൊരു ചവിട്ടി ഒട്ടുകയാണ്. അടികൊണ്ട് സുസ്മിത വീഴുന്നുണ്ട്. സുസ്മിത വീണ്ടും എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്ന് ആ സ്ത്രീയുടെ കൊങ്ങൊക്കെ ഇങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. നീ തിരിച്ച് ചൊറിയാൻ വരുന്നോടി എന്നും പറഞ്ഞ് അവിടെ ആകെപ്പാടെ അങ്ങോട്ട് പിടിയും വലിയൊക്കെ ആവുകയാണ്. ഇത് കണ്ടുകൊണ്ട് വേറൊരാണെങ്കിൽ ഒരു കോൺസ്റ്റബിൾ ഇങ്ങനെ ഓടി വരികയാണ്. നീ എന്താടി കാണിക്കുന്നതെന്നും പറഞ്ഞ് സുസ്മിത അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്. അന്നേരം ജോലി ചെയ്യുന്നതിനിടയ്ക്ക് തടയാൻ വരുന്നോടി എന്നും പറഞ്ഞ് ഈ കോൺസ്റ്റബിളിൻ്റെ കാലം നോക്കിയും സുസ്മിത ഒന്ന് പൊട്ടിക്കുകയാണ്. അന്നേരം നീ എന്നെ തല്ലുന്നോ എന്നും പറഞ്ഞ് സുസ്മിതയുടെ നേർക്ക് ഈ കോൺസ്റ്റബിൾ ചെല്ലുന്നുണ്ട്. ആ സമയത്തിന് ഒരു വാർഡനും മറ്റ് 2 പോലീസുകാരും കൂടി ഓടി വരികയാണ്, പിടിച്ചു മാറ്റുന്നുണ്ട്. അന്നേരം ഇവളെന്നെ തല്ലി മാഡം എന്നിങ്ങനെ വാർഡനോട് ഈ അടി കൊണ്ട കോൺസ്റ്റബിൾ പറയുമ്പോൾ പിന്നെ ഇവളാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ മറ്റേ ആളിനെ തല്ലി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവൾ ഇന്നലെ അങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അവർക്ക് തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാനൊരെണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്, സുസ്മിത മാഡം കൊടുത്തല്ലോ നന്നായി എന്നിങ്ങനെ വാർഡൻ പറയുകയാണ്. അന്നേരം കോൺസ്റ്റബിളിന് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല, പുതിയ ആളായതുകൊണ്ടാണ് അവർക്കൊന്നും മനസ്സിലാവാത്തത്. തുടർന്നും പറയുന്നുണ്ട്, ജാമ്യം കിട്ടിയിട്ടുണ്ട് മാഡം എന്നിങ്ങനെ ആ വാർഡൻ വന്ന് പറയുമ്പോൾ അപ്പം മന്ത്രി പണി പറ്റിച്ചു അല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കപ്പയുടെയും കാന്താരിയുടെയും കാര്യമൊക്കെ ഞാനങ്ങോട്ട് നേരത്തെ വിളിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് പറയുമ്പോൾ അങ്ങനെ മന്ത്രി എങ്ങോട്ട് നമ്പണ്ട, എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിരിക്കുന്നത് നല്ലതാണ്, പിടിച്ചു നിൽക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടോ എന്നിങ്ങനെ വാർഡനോടും ചോദിക്കുകയാണ്. അന്നേരം 1-2 എൻ്റെ കയ്യിലുണ്ടെന്ന് വാർഡൻ പറയുകയാണ്. അന്നേരം പിന്നെ ആകുമ്പോൾ മന്ത്രിയുടെ കാര്യം പോക്ക് തന്നെ, കസേര ഉറപ്പിച്ച് നിർത്താനായിട്ട് എന്തൊക്കെ പാടുപെടണമെന്നൊക്കെ ഈ സുസ്മിത പറയുന്നു. അന്നേരം ഈ അടി കൊണ്ട് കോൺസ്റ്റബിളിനെ അങ്ങോട്ട് തീരെ ഇതൊന്നും രസിക്കുന്നില്ല. കോൺസ്റ്റബിൾ പറയുകയാണ്, ഞാനൊരു പോലീസുകാരല്ലേ, എൻ്റെ മേലെ കൈവച്ചിട്ട് ഇവളങ്ങ് ഞെളിഞ്ഞു പോയാലോ, ഒന്ന് യൂണിഫോമിനോട് എനിക്കല്പം മാന്യതയുണ്ട് എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഒരു തല്ലല്ലേ കിട്ടിയുള്ളൂ, അതങ്ങ് വിട്ടുകള എന്നൊക്കെ വാർഡൻ പറയുമ്പോൾ എന്താ പ്രശ്നമെന്ന് ഇങ്ങനെ സുസ്മിത വീണ്ടും ചോദിക്കുകയാണ്. അന്നേരം മാഡത്തിൻ്റെ നിന്ന് തല്ല് കിട്ടിയതിൻ്റെ ആ ഒരു ചുരുക്കമാണ് വിട്ടുകള മാഡം എന്ന് പറയുകയാണ്. തുടർന്ന് ആ കോൺസ്റ്റബിളിന് നേരെ സുസ്മിത പറയുന്നുണ്ട്, എൻ്റെ പേര് സുസ്മിത, പിന്നെ ഞാൻ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ ഇവിടെ അങ്ങോട്ട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും, പുതിയ ആളായതുകൊണ്ടാണ്, വലിയ കാക്കയോട് വലിയ മഹാത്മ്യമൊക്കെ ഉള്ള ആളല്ലേ, അന്വേഷിച്ചറിഞ്ഞാൽ മതി, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അവരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് അവർ ജയിൽ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്.
ഈ മന്ത്രിയാണെങ്കിൽ വെമ്പായം ഷൺമുഖദാസാണ് വന്നിരിക്കുന്നത്. സത്യഭാമയുടെ ആ പഴയ കൂറുള്ള മന്ത്രി തന്നെയാണ്. അന്നേരം ലിഡിയ പേളെ എന്നൊക്കെ വിളിച്ചാണ് സൂപ്രണ്ടിനോട് സംസാരിക്കുന്നത്. അന്നേരം ലിഡിയ പോൾ എന്ന് തിരുത്തി പറയുന്നുണ്ട്. അന്നേരം സുസ്മിത വരികയാണ്. അന്നേരം ജാമ്യം കിട്ടിയെന്നതിനെക്കുറിച്ചും പിന്നീട് മന്ത്രിയുടെ രാഷ്ട്രീയ പ്രവൃത്തികളെക്കുറിച്ചും സ്വന്തം മണ്ഡലത്തിൽ പോലും ഒന്നും ചെയ്യാറില്ല, അതിനെക്കുറിച്ചൊക്കെ അവർ കുറേ സംസാരിക്കുന്നുണ്ട്. അന്നേരം സമയം കളയാതെ നമുക്ക് ആ നല്ല പ്രവൃത്തിയിലേക്ക് കടക്കാമെന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ ആ ഡ്രസ്സ് പിന്നെ മന്ത്രിയാണെങ്കിൽ ലിഡിയ പോൾ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. മന്ത്രി അത് പിന്നെ സുസ്മിതയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്ന് സുസ്മിത വിലങ്ങണിച്ച് ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉടുത്തിരുന്ന അതേ സാരി തന്നെ കൊടുക്കുന്നുണ്ട്. സുസ്മിത അന്നേരം അതൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ആലോചിക്കുന്നുണ്ട്. അന്നേരം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല നടപ്പായിരിക്കും അല്ലേ കുറച്ച് നാളത്തേക്കെന്ന് പറയുകയാണ്. അന്നേരം നല്ല നടപ്പൊന്നുമില്ല, അതിന് ഒരു രക്ഷയുമില്ല, പ്രതികാരം ചെയ്യാൻ തന്നെയാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ ഇനിയും സീറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് മന്ത്രി പറയുന്നുണ്ട്. അന്നേരം പ്രതികാരം ചെയ്യാൻ തന്നെയാണ് താൻ ഇറങ്ങുന്നത്, അതിനു വേണ്ടി തന്നെയാണ് എന്നൊക്കെ സുസ്മിതയും കുറേയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതേസമയം കുടുംബശ്രീ വീട്ടിൽ ശാരദാമ്മയാണെങ്കിൽ കടയിൽ നിന്ന് ചായയൊക്കെ ഒഴിക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, നഴ്സറി കുട്ടികളെ പറഞ്ഞു വിടുന്നതിനേക്കാളും പ്രയാസമാണ് ശാലിനിയെ പറഞ്ഞു വിടുന്നത്. പെൻസിലിലെ കട്ടറിലെ എന്നതിന് പറയും ഇപ്പോൾ ഓരോന്ന് ചോദിച്ചുകൊണ്ട് വരുമെന്ന് പറയുമ്പോൾ ശാലിനി അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ നേരത്തെ എടുത്തു വെച്ചാൽ പേപ്പർ എന്ത് ചെയ്യുന്നൊക്കെ. അന്നേരം അത് ഫയലിൽ എടുത്ത് വെച്ച് കാണും എന്നൊക്കെ ശാരദാമ്മ വിളിച്ച് പറയുകയാണ്. തുടർന്ന് ശാലിനിക്കുള്ള ചായ ഒഴിച്ച് ശാലിനി വരുമ്പോഴത്തേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ചൂടാറ്റിയിലേ ചോദിക്കുമ്പോൾ 1-2 തവണ അടിച്ചാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ശാലിനി ആണെങ്കിൽ അത് കുടിക്കാതെ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് അവിടെ വെച്ചിട്ട് പോവുകയാണ്. അന്നേരം ശാരദാമ്മ കുടിച്ചിട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. അന്നേരം വണ്ടി അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ സുസ്മിതയുടെ വണ്ടി വന്ന് കുറുക്ക് വയ്ക്കുന്നുണ്ട്. അന്നേരം ആരാണ് മര്യാദ ഇല്ലാതെ എന്നിങ്ങനെ പറയുകയാണ്. രാമേട്ടൻ പെട്ടെന്ന് വണ്ടി സഡൻ ബ്രേക്ക് ഇടുമ്പോൾ തുടർന്ന് സുസ്മിത അതിനകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ശാന്തയും ശാരദാമ്മയും എല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ട്. സുസ്മിത എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അല്പം മര്യാദ കെട്ടവളാണ്, ജീവിച്ചത് അങ്ങനെ തന്നെയാണ് അല്ലേ ശാരദാമ്മയെ, ഒരു ചൊല്ലുണ്ടല്ലോ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയെ വിളിച്ചുമൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവിടത്തേക്ക് ശാരദാമ്മയൊക്കെ വരികയാണ്. അന്നേരം അതിന് മുന്നേ ശാലിനി കുടിവെള്ള പ്രശ്നം ചർച്ചയാണെന്നൊക്കെ പറഞ്ഞാണ് ഈ കാറിലേക്ക് കയറുന്നതൊക്കെ. തുടർന്നാണെങ്കിൽ എപ്പോൾ ഇറങ്ങി ജയിലിൽ നിന്ന് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അത് നമ്മുടെ തറവാടല്ലേ, വയറ്റാട്ടിയും പിന്നെ പെറ്റിട്ടില്ലെന്നേ ഉള്ളൂ, വയറ്റാട്ടിയും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ അവിടെ തന്നെയാണ്, ഇനിയും അവിടത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന് മുന്നേ പിന്നെ സുസ്മിത പറയുന്നുണ്ട്, ഞാൻ ചെയ്തതെല്ലാം തലതിരിഞ്ഞ കാര്യങ്ങളാണ്, ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്, ചിലരുടെ ജീവിതത്തിലേക്ക് ഞാൻ അങ്ങോട്ട് ഇടിച്ചിട്ട് കയറും, എന്നിട്ട് അവരുടെ അണ്ണാക്കിൽ കയറിയിരുന്ന് ചൊറിയും, നിങ്ങൾക്കാർക്കും എന്നെ ഇഷ്ടമല്ലെന്നറിയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഡം കുടിവെള്ളത്തിൻ്റെ ചർച്ച എന്നിങ്ങനെ രാമേട്ടൻ പറയുകയാണ്. അന്നേരം അതിലും വലിയ ചർച്ചയാണ് രാമേട്ട എന്നിങ്ങനെ പറയുമ്പോൾ ഈ ഡ്രൈവർ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, അങ്ങനെ രാമേട്ട എന്ന് വിളിക്കുമ്പോൾ. അങ്ങനെ സുസ്മിത ഒരു നിമിഷം ചോദിക്കുന്നുണ്ട്, അല്ല പേര് ശരിയല്ലേ എന്ന്. അന്നേരം എന്നിങ്ങനെ തലകുലുക്കുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പിന്നീട് ഇനിയും അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങി തിരിച്ചത് എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സുസ്മിത നോക്കി നിൽക്കുകയാണ്. അതായത് ശാരദാമ്മ എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ആ ഒരു സീനോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. ഇനി തുടർന്നാണ് ഇനി നേരത്തെ പ്രമോയിൽ പറഞ്ഞ പോലെ ശാരദാമ്മയോട് ചായ ചോദിക്കുന്നതും പിന്നീടുള്ള ആദ്യം കോമഡി രൂപത്തിലാണ് സുസ്മിത വന്നിറങ്ങുന്നതെങ്കിലും തമാശ രൂപയാണ് സംസാരിക്കുന്നതെങ്കിലും ഇനി അങ്ങോട്ട് നല്ല പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞ് ശാലിനി വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ട് പോകുന്നത്. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ പോകുന്നത്. ഇതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്